അതാണ് നല്ലത് പറഞ്ഞത്, ഞാൻ നല്ലതാണെന്ന് പറഞ്ഞത് ഷംനാത്ത. കണ്ട ഷംനാത്ത, എന്റെ അടിയിലേ അവസാനിക്കും. അടിതട കോലാഹലമാകുമെന്നാണ് തോന്നുന്നത്. എന്തായി തീരുവ? ഒരു മുത്തും പൊന്നും ചക്കരയും കൊണ്ട് വന്ന ആരാണ് ഇവിടെ? അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞേ? മുത്തും ചക്കരയും പൊന്നും തന്നെ എല്ലാരും വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. അപ്പോഴല്ലേ എനിക്ക് ദേഷ്യം വന്നേ? അല്ലേ എനിക്ക് ദേഷ്യം വന്നായിരുന്നോ? അങ്ങനെ ദേഷ്യം മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടല്ലേ വരുന്നത്. പിന്നെ അങ്ങനെ എന്തിനാണ് ദേഷ്യം? എന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞേ, എന്നെ ആരെങ്കിലും മുത്തേന്ന് വിളിച്ചാൽ ഞാൻ വിളി കേൾക്കൂന്നല്ലേ പറഞ്ഞു. എന്നാ പറഞ്ഞാ പോരെ, എന്നെ ഷമീർ എന്ന് മാത്രം, എന്റെ പേര് മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാ പോരെ. LJ വ്ലോഗ് എന്ത് പറ്റി? കുത്തിരിപ്പ് നസ്രീ അതല്ല LJ വ്ലോഗ് ഹായ്. അതെന്നാന്നറിയാമോ? പിന്നെ മുത്തേ ചക്കര എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാൻ മിക്കവാറും ഇവിടെ നടക്കും. നിങ്ങൾ പറയുന്നതൊക്കെ ഇഷ്ടമാണെന്ന് ഓപ്പണായിട്ട് ഈ യൂട്യൂബിൽ കൂടെ പറയോ മുത്തേ പൊന്നെ തന്നെ എല്ലാവരും വിളിക്കുന്നത് ഇഷ്ടമാണെന്ന്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, ഒരാള് മുത്തേ പൊന്നേന്നൊക്കെ വിളിച്ചെന്നും പറഞ്ഞ എന്താണ് പ്രശ്നം? എന്നെ ആരെങ്കിലും മമ്മൂട്ടിനൊക്കെ എല്ലാരും മുത്തേ ചക്കര മമ്മൂട്ടി ഞങ്ങളുടെ മുത്താണ്, ലാലേട്ടൻ ഞങ്ങളുടെ മുത്താണെന്നൊക്കെ പേര് പറയുന്നത്. എന്നെ കയറി ആരെങ്കിലും മുത്തേ പൊന്നെ ചക്കരയെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്റെ ഭാര്യനെ എല്ലാവരും സ്നേഹത്തോടെ കാണണമെന്ന് വേണം ഞാൻ. അപ്പൊ എല്ലാരും എന്നെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? നമ്മളെല്ലാരും സ്നേഹിക്കണം, അതാണ് എന്റെ ഇഷ്ടം. എല്ലാരും സ്നേഹിച്ചോട്ടെ, അതിനെന്താ? ആ സ്നേഹത്തിന് വേറെ അർത്ഥം പോയായിരുന്നാ മതി. നല്ല സ്നേഹം എപ്പോഴും നല്ല ആരോഗ്യത്തിന് നല്ലത്. അത് കേട്ടല്ലോ. അതാണ്. നീ LJ വ്ലോഗ്സിന് ഹായ് പറഞ്ഞോ? ഞാൻ പറഞ്ഞു LJ വ്ലോഗ്സിന് ഹായ്. ഞാൻ ആദ്യം തന്നെ ഹായ് പറഞ്ഞല്ലോ. അതാണ്. ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞോ? LJ വ്ലോഗ്സിന്റെ പറഞ്ഞ വർക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്കും ഒരാഴ്ചയുടെ വർക്ക് ഉണ്ടെന്നല്ലായിരുന്നു പറഞ്ഞത്? കഴിഞ്ഞായിരുന്നോ? ഇന്ത്യ എല്ലാരും പോയാ? ഷംനാഥ് ഞങ്ങളുടെ വഴക്കണ്ട് പേടിച്ചു പോയി. മുത്താണോ പൊന്നാണോ ഇപ്പോഴും കുഴപ്പം? മുത്ത് പൊന്ന് ചക്കര അതാണ് കുഴപ്പം. പൊന്ന് ചക്കര വാവ ഇതെല്ലാം കുഴപ്പമാ. ഇതെല്ലാം പ്രശ്നങ്ങളാണ് കേട്ടോ. ഷമീർ ഓക്കെ, അത് വിളിച്ച മതി. ഓക്കെ. മുത്ത് പൊന്ന് ചക്കര വാവ. നോ ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ഞാൻ മിണ്ടുന്നില്ല. അതല്ല ഷംനാഥ, ഞങ്ങളുടെ വഴക്കൊക്കെ തീർന്നു. പക്ഷെ അങ്ങനെ ചൊറിയാൻ വരുന്ന ഞാൻ മിണ്ടുന്നില്ല. രസം അത് തന്നെ. നമ്മുടെ ചാനൽ ഒരു അനക്കവും ബഹളവും ഇല്ല ഇരുന്നിട്ട് എത്ര ആഴ്ചയെന്ന് അറിയാമോ? നാളെ വഴക്കിടാനാണെങ്കിൽ അതിനെ സമയം കാണും. അപ്പൊ എന്താ നിങ്ങൾക്ക് എല്ലാരും എപ്പോഴും മുത്തേച്ചക്കര എന്ന് പറഞ്ഞ് മെസ്സേജ് കാണുന്നത് മാത്രമല്ല, ഇങ്ങനെ വഴക്കുണ്ടാക്കാണ് മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ എന്തെല്ലാം കാരണങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കിടാൻ പറ്റും. നമ്മളായിട്ട് നിന്നാൽ മതി, നോ പ്രോബ്ലം. കഴിച്ചില്ല, നാളത്തോണ്ട് തീരുവോ വർക്ക്? കഴിച്ചിട്ടില്ല. സുഖമല്ലേ? സുഖമാണ്. മഴ ആയത് കാരണമായിരിക്കല്ലേ വർക്കൊക്കെ നീണ്ടു പോകുന്നത്. നമ്മുടെ വർക്കുകളൊന്നും തീരുന്നില്ലാന്നേ. വർക്ക് കണ്ടമാനം വർക്കുണ്ട്, പക്ഷേ മഴയായത് കാരണം വിചാരിച്ച കണക്ക് വർക്കുകളൊന്നും തീരുന്നില്ല. അത് തന്നെയല്ല, പണിക്കാർ കുറവാണ്. ഹിന്ദിക്കാരൊക്കെ നാട്ടിൽ പോയി. പെരുന്നാളായപ്പോഴത്തേക്ക് ഒരുപാട് പേര് നാട്ടിൽ പോയി, ആരും വന്നിട്ടില്ല. കാരണം ഭയങ്കര പ്രശ്നത്തിലിരിക്കുക. അതിന് വർക്കൊന്നും സമയത്ത് തീർക്കാൻ പറ്റുന്നില്ല. പുതിയ വർക്കുകൾ വരുന്നു, പറഞ്ഞ വർക്കുകൾ ആളുകൾ വിളിച്ച് വഴക്ക് പറയുന്നു. ഒരുപാട് ടെൻഷനിലാണ് ഇപ്പം. പണിക്കാരില്ലാത്ത പ്രശ്നമാണല്ലോ. പണിക്കാരുണ്ടെങ്കിൽ വിഷയമില്ലായിരുന്നു, കാര്യം വർക്കൊക്കെ ചെയ്ത് തീർക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ പണിക്കാരില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. LJ വ്ലോഗ്സിനെ പരിചയത്തിൽ നല്ല പണിക്കാരൊക്കെ ഉണ്ടോ? ഇന്റർലോക്ക് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ പറ. അത് തന്നെ, നല്ല പണിക്കാരുണ്ടോ ഇന്റർലോക്കിന്റെ? കാര്യം എന്താണെന്നറിയോ, വർക്ക് കണ്ടമാനം ഉണ്ട്, പക്ഷെ ചെയ്യാൻ പണിക്കാരല്ല. നമ്മൾ ഹിന്ദിക്കാരാണ് കൂടുതലും പണിക്കാർ. പെരുന്നാളിന് അവര് 2-3 സെറ്റ് പണിക്കാർ അവര് നാട്ടിൽ പോയി. ആരെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും എഴുന്നേക്കണേ. വർക്ക് തുടങ്ങാത്ത എന്താ കാര്യം എന്താന്നും പറഞ്ഞു. ഇതാണ് ഭയങ്കര ഇത്. ഷംനാഥ പോയാ? ഷംനാഥ പോകത്തില്ല. ഇന്ന് ഷംനാഥ ഫുൾ ടൈം നമ്മുടെ കൂടെയാ. ഷംനാഥ ഇന്ന് നമ്മളെ സ്നേഹിക്കാൻ വന്നതാ. ഞങ്ങള് വഴക്കില്ല, ചുമ്മാ കിടന്ന് ബഹളം വെച്ചിട്ടാണ് കണ്ടില്ല ഷംനാഥ പോയത്. അല്ല, ഞങ്ങള് വഴക്കൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ എന്റെ ഇത് ഷംനാഥ ഇവിടെ ഉണ്ടെന്ന് ആക്ച്വലി ഷംനാഥ ബഹളം കേട്ടിട്ട് ഷംനാഥ ഓടിപ്പോയേക്കണം കണ്ടില്ലേ. ഷംനാഥ പറയുന്നത് ഷംനാഥ് പേരുള്ളവരെല്ലാവരും നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, ഷംനാഥ സുന്ദരി കണ്ടില്ലേ.
വഴക്ക് ഇത് നന്മയാണോ വേണ്ട, വേണ്ട, അതിനെക്കുറിച്ച് തിന്മയാണോ നമ്മള് ഷംനാഥ് അത് പറ. പറയുന്നില്ല. അതിനെക്കുറിച്ച് അല്ല അത് പറയേണ്ട നന്മയാണോ കാര്യമില്ല. തിന്മയാണോ